ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള ശക്തിയാണ് ക്രിസ്തുമാർഗം വാഗ്ദാനം ചെയ്യുന്നത്. ബാഹ്യശക്തികളെ നിയന്ത്രിക്കുവാൻ നമുക്കുള്ള കഴിവ് വളരെ പരിമിതമാണ്. എന്നാൽ നമ്മെ നിയന്ത്രിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. എഫേസ്യ ലേഖനത്തിൻ്റെ വേദപഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോകമുണ്ടായതു മുതൽ മനുഷ്യൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടും ലോകത്തിന് മരീചികയായിരിക്കുന്ന സമത്വം, സാഹോദര്യം, സ്നേഹം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രായോഗികമാക്കുവാൻ ക്രിസ്തു മാത്രമാകുന്നു മാർഗമെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജീവിത ബന്ധങ്ങളെ സുദൃഢമാക്കുവാൻ ക്രിസ്തുവിന് കഴിയും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ക്രിസ്തുമാർഗം അടിമത്തം തെറ്റാണെന്ന് പ്രസംഗിച്ച് നടന്നില്ല, ഒരു വിപ്ലവം ഇളക്കി വിട്ടില്ല. എന്നാൽ അടിമത്തം തുടച്ചു നീക്കുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ ക്രിസ്തീയ മനോഭാവം എന്താകുന്നു? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഞാൻ ആദ്യം അത് വായിക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദാസന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അടിമകൾ എന്നത്രേ. അടിമകൾ. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ അനുസരിപ്പീൻ. ജഡപ്രകാരമുള്ള യജമാനന്മാർ എന്നാൽ ഇവിടെയുള്ള യജമാനന്മാർ എന്നത്രേ. ദാസന്മാർ ദൃഷ്ടിസേവയാലല്ല അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് ക്ലോക്കിലും മറ്റേ കണ്ണ് മേലുദ്യോഗസ്ഥൻ കാണുവാൻ മാത്രം പണിയെടുക്കുന്ന തെറ്റായ നയം. അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയല്ല സേവിക്കേണ്ടത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ മേലുദ്യോഗസ്ഥനെ സോപ്പിടരുതെന്ന്. ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ശുശ്രൂഷ ചെയ്യണം. അതായത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ദൈവഹിതം നിറവേറ്റുക. തൊഴിലാളി ആയിരിക്കുന്ന ഒരു വിശ്വാസിയുടെ മേൽ ഒരു ഉത്തരവാദിത്വം ഇട്ടിരിക്കുന്നു. മാത്രമല്ല മുതലാളിക്കും അതുപോലൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതത്രേ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം. പൗലോസിൻ്റെ കാലത്ത് ഇന്നത്തേതിനേക്കാൾ വളരെ വ്യക്തമായൊരു വിഭജനമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വാസ്തവത്തിൽ യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധമായി അത് കാണപ്പെട്ടു. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ പ്രത്യേക ഭാഗം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലാണ് ആരംഭിച്ചത്. നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗം ആരംഭിച്ച അവിടെയാണ്. അവിടെ നാം കണ്ടത് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്നത്രേ. അത് ആത്മനിറവിൻ്റെ ഒരു അടയാളമായി ഞാൻ പറയുകയുണ്ടായി. ഞായറാഴ്ചത്തേക്ക് ആ കൽപ്പന സാരമില്ല. അന്ന് ആരാധനയല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞതെന്ന് മറക്കുന്നില്ല. എന്നാൽ തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ക്രിസ്തു വിശ്വാസികളായ മുതലാളിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളായ തൊഴിലാളിമാർക്ക് തങ്ങളുടെ കാര്യം അധികാരപ്പെട്ടവരോട് ചെന്ന് പറയുവാൻ ഒരു യൂണിയൻ നേതാവിൻ്റെ ആവശ്യം വരുന്നില്ല. ആ വഴിക്ക് തൊഴിലാളികളെ ആരും ചൂഷണം ചെയ്യുകയുമില്ല. വാസ്തവത്തിൽ ഈ നേതാക്കന്മാർ എല്ലാം ആരെയാണ് സഹായിക്കുന്നത്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സമർപ്പണമുള്ള വിശ്വാസികളാൽ നടത്തപ്പെടുന്ന അനേകം തൊഴിൽ സ്ഥാപനങ്ങൾ എനിക്കറിയാം. അവരുടെ ജോലിക്കിടയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമയമുണ്ട്. പ്രത്യേക പ്രസംഗകരെ ക്ഷണിച്ചു വരുത്തി തൊഴിലാളികൾക്ക് ആവശ്യമായ ദൈവവചനം നൽകും. ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ വളരെയധികം അഭിവൃദ്ധിപ്പെടുന്നതായും കാണുന്നു.
ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു യൂണിയൻ്റെ ആവശ്യമില്ല. ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിലെ ഒരു തൊഴിലാളി പറയുകയുണ്ടായി, ഞങ്ങൾ ഒരു യൂണിയൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന അത്രയും പണം ഉണ്ടാക്കുമായിരുന്നില്ല എന്ന്. ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തു വിശ്വാസികളായവരെക്കുറിച്ചാണ്. വിശ്വാസികളായ തൊഴിലാളികളെയും വിശ്വാസികളായ മുതലാളിമാരെയും കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. ഇത് പ്രായോഗികമായ വശങ്ങളിലേക്ക് ഇറങ്ങിയാണ് സംസാരിക്കുന്നത്. റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന 12 കോടി ജനങ്ങളിൽ പകുതിയും അടിമകളായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അടിമത്തം എന്ന ആ മഹാദോഷത്തെ ക്രിസ്തുമാർഗം ഒരിക്കലും ആക്രമിച്ചില്ല. മറിച്ച് താണസ്ഥിതിയിൽ കിടന്നിരുന്ന അടിമകളിലേക്ക് ക്രിസ്തുമാർഗം ഇറങ്ങിച്ചെന്ന് അവരെ പൊക്കിയെടുത്ത് ക്രിസ്തുവിൽ അവർക്കുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കി കൊടുത്തു. ഒരു കാര്യം മറക്കരുത്, സുവിശേഷത്തിൻ്റെ സ്വഭാവം തന്നെ അടിമത്തത്തെ കുറ്റം വിധിക്കുന്നതാണ്. അതുകൊണ്ട് സുവിശേഷം അംഗീകരിക്കുന്ന ഒരു വ്യക്തി അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല. മാത്രമല്ല, ക്രിസ്തുവിലായിത്തീർന്ന ഒരു അടിമ ബാഹ്യമായ ബന്ധനങ്ങൾക്കപ്പുറം ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവളായിരിക്കും. അങ്ങനെ സുവിശേഷം ക്രമേണ അടിമത്തത്തിൻ്റെ ചങ്ങല മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും പൊട്ടിച്ചെറിയുകയും അവരുടെ മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും വിലങ്ങ് മുറിച്ചു കളയുകയും ചെയ്തു. ഗുണപ്പെടാത്ത ഒരു മുതലാളിയുടെ മുൻപിൽ മുറവിളി കൂട്ടിയാൽ എന്താ പ്രയോജനം? പിന്നെ ബലപ്രയോഗം നടത്തണം. അത് സുവിശേഷമല്ലല്ലോ. സുവിശേഷം പ്രത്യയശാസ്ത്രമല്ല, വ്യക്തികളെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്. അങ്ങനെ പ്രത്യയശാസ്ത്രങ്ങൾ രൂപാന്തരപ്പെടും. വ്യക്തികൾ രൂപാന്തരപ്പെടുമ്പോൾ പ്രത്യയശാസ്ത്രങ്ങൾ രൂപാന്തരപ്പെടും. ഇതത്ര ഇന്നാളുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപ്ലവം വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് മനുഷ്യ മനസ്സുകളിലാണ്. പൗലോസിൻ്റെ കാലത്ത് അനേകം അടിമകൾ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നു. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നതിൽ അനേകരും അടിമകളോ അകമ്പടി പട്ടാളത്തിലെ അംഗങ്ങളോ ആയിരുന്നു. അടിമകളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പൗലോസ് അടിമകളോട് പറയുന്നത്, ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ അനുസരിപ്പീൻ എന്നത്രേ. അനുസരിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശ്രദ്ധിക്കണം. ഇത് വെളിപ്പെടുത്തുന്നത് അടിമത്വത്തിൻ്റെ ദോഷങ്ങൾക്കെതിരെ ക്രിസ്തുമാർഗം വിപ്ലവം ഇളക്കി വിടുന്നില്ല എന്നത്രേ. ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏതൊരു വിപ്ലവത്തെക്കാളും വലിയ വിപ്ലവാത്മകമായ ഒരു സുവിശേഷമാണ് ക്രിസ്തുമാർഗം പ്രസംഗിക്കുന്നത്. നാം കാണുന്ന വിധത്തിലുള്ള വിപ്ലവങ്ങൾക്ക് എന്നും അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. നൂറ്റാണ്ടുകൾ തന്നെ നീണ്ടു നിൽക്കുന്ന കയ്പും പകയും ഈ പറഞ്ഞ വിപ്ലവം വ്യക്തികളിലൂടെയും സമൂഹത്തിലൂടെയും ജീവിതത്തിൽ കുത്തിവെക്കുന്നു. താൽക്കാലിക വിജയമെന്ന് തോന്നിയാൽ തന്നെ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്. തന്മൂലം ആർക്കും പ്രയോജനം ഉണ്ടാകുന്നുമില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളയുവാൻ ശക്തമാണ്. ഇന്ന് നാം കാണുന്ന ഒരു വർഗം മറ്റൊരു വർഗത്തിനെതിരായി സൂക്ഷിക്കുന്ന വിവേചനവും മുൻവിധിയും എന്ന നടിച്ചുവർ ഈ സുവിശേഷം ഇടിച്ചു കളയുന്നു. സുവിശേഷം ഇത് ഇടിച്ച് നിരത്തി ഒരു യഥാർത്ഥ സഹോദര സ്നേഹം അവിടെ സ്ഥാപിക്കും. പിന്നെ അവിടെ അടിമയെന്നോ യജമാനെന്നോ ഉള്ള വ്യത്യാസമില്ലല്ലോ. ഏതൊക്കെ നിയമം എങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകാതെ ഒരു വിശേഷവുമില്ല. പുറമേ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ വേറെ മാർഗങ്ങളിലൂടെ അതുതന്നെ ചെയ്യുവാൻ മനുഷ്യൻ ശ്രമിക്കും. കൈക്കൂലി വാങ്ങുന്നത് ശിക്ഷാർഹമാണ് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ കൈക്കൂലി കൊടുക്കാതെ കാര്യം സാധിക്കാവുന്ന ഏതൊരു ഓഫീസാണ് നമുക്കുള്ളത്? സർക്കാരിൻ്റെ കുഴപ്പമോ നിയമമില്ലാത്തതോ അല്ല, വ്യക്തികളുടെ പ്രശ്നമാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് നിയമം പറയുന്നു. നമ്മൾ അതിന് വേറൊരു പേര് നൽകിയോ രഹസ്യമായോ പണ്ടത്തേതിനേക്കാളും മോശമായി അത് തുടരുന്നു. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുമാർഗം അവലംബിച്ച മാർഗമാണ് എന്നെന്നും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് അനീതിക്കെതിരെ പടവാൾ ഉയർത്തുവാൻ, സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് തെറ്റ് ചെയ്യുന്നവരെ ഉന്മൂലനാശം ചെയ്യുവാൻ, പീഡിതർക്കും അശരണർക്കും ഇല്ലാത്തവർക്കും ഉന്നമനമുണ്ടാക്കുവാൻ, ഉള്ളവൻ്റേത് പിടിച്ചു വാങ്ങുവാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ക്രിസ്തുമാർഗമല്ല. വർണ്ണവിവേചനത്തിനെതിരെ ഒരു കൂട്ടരോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ സുവിശേഷം അനുവദിക്കുന്നില്ല എന്ന് നാം മറക്കരുത്. അത് തെറ്റാണ്.
താങ്കൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നതാണ് പ്രശ്നമെന്ന്. ആദ്യം നാം ഓരോരുത്തരും ശരിയാകണം. അതെ, ഞാൻ ഒരുത്തൻ മാത്രം നന്നായാൽ നാട് നന്നാകുമോ എന്നല്ലേ താങ്കൾ ചിന്തിക്കുന്നത്? ആദ്യം നമുക്ക് നന്നാകാം. അതോടുകൂടെ നാട് നന്നാകുമോ എന്ന് നമുക്ക് നോക്കാം. പേരുകൊണ്ടും നാളുകൊണ്ടും പള്ളിയിലെ അംഗമായതുകൊണ്ടും മാത്രം ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നില്ല എന്നോർക്കണം. നാം വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളാകുന്നത് എല്ലാ രംഗങ്ങളിലും അവനെ അനുസരിക്കുമ്പോഴാണ്. നാം വായിക്കുന്നു, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ അനുസരിപ്പീൻ. ഈ ആജ്ഞ വളരെ വ്യക്തമായും നമ്മെ കാണിക്കുന്നത് എന്തെന്നാൽ അടിമത്തം മനുഷ്യൻ്റെ ജഡത്തെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ എന്നത്രേ. ആത്മാവ് സ്വതന്ത്രമായിരുന്നു. എന്നാൽ ഇന്ന് അനേകരുടെയും പ്രശ്നം ആത്മാവിൻ്റെ അടിമത്വമാണ്. ആ ബന്ധനം പൊട്ടിച്ചെറിയുവാൻ സാധിച്ചാൽ ഒരു വ്യക്തി ബാഹ്യമായി എത്ര ബന്ധിതനാണെങ്കിലും ഭയപ്പെടില്ല. ഈ പറയുന്ന യജമാനന്മാർ ജഡപ്രകാരമുള്ളവർ മാത്രമാണ്. ഇന്ന് അനേകരും ആത്മാവിൻ്റെ കാര്യങ്ങൾ ഗൗരവമായി എടുക്കാതെ ജഡത്തിൻ്റെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ജഡപ്രകാരമുള്ള യജമാനന്മാരെ എങ്ങനെ അനുസരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭയത്തോടും വിറയിലോടും എന്ന് പറഞ്ഞാൽ ഹീനമായ പാദസേവ ചെയ്യുക എന്നല്ല. തൊഴിലുടമയെ കാണുമ്പോഴൊക്കെ ഭയപ്പെട്ടു വിറയ്ക്കുവാനല്ല, പിന്നെയോ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. പലരും ഇന്ന് സ്വാതന്ത്ര്യമുള്ളവർ എന്ന് ചിന്തിക്കുന്നത് തങ്ങളുടെ തൊഴിലുടമകളെ അധിക്ഷേപിക്കുവാനും മോശക്കാരായി ചിത്രീകരിക്കുവാനും കഴിയുന്നു എന്നതിനാലാണ്. അല്ലാതെ ജോലി ചെയ്യുവാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്ത വ്യക്തിയെ ആദരിക്കുന്നതിലല്ല. ഈ സ്വാതന്ത്ര്യ ദുർവിനിയോഗം നികൃഷ്ടമാണ്. ഇന്നൊരു സമരം ചെയ്യുമ്പോൾ എന്തുമാകാം എന്ന ചിന്തയാണ് ആളുകൾക്ക്. യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മെ തന്നെ ശരിയായി ജീവിക്കുവാൻ ക്രമീകരിക്കുന്നതിനാലാണ്. വേറൊരു കാര്യം പൗലോസ് പറയുന്നത് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ എന്നത്രേ. ഇതിൻ്റെ അർത്ഥം കപടത്തിൻ്റെ അഥവാ നേരുകേടിൻ്റെ ദുഷിപ്പൊന്നും ഉണ്ടാകരുതെന്നാണ്. ഇരട്ടത്താപ്പ് നയം ഉണ്ടാകരുതെന്ന്. തൊഴിലുടമയെ വഞ്ചിക്കുവാനുള്ള പണികളുണ്ടല്ലോ, അതുതന്നെ, അതാണ് ഇരട്ടത്താപ്പ്. ആത്മാർത്ഥമായും പൂർണ്ണ ഹൃദയത്തോടുള്ള അധ്വാനവും ഒരു ദൈവപൈതലുണ്ടായിരിക്കണം. ജോലിയിൽ മടിയോ കള്ളത്തരമോ കാണിക്കരുത്. ഏത് ജോലിയാണെങ്കിലും പൂർണ്ണ മനസ്സോടെ ചെയ്യേണ്ടതാണ്. പലരും ജോലിക്ക് കയറുമ്പോൾ ഉള്ള താല്പര്യം തുടർന്ന് കൊണ്ടുപോകുന്നതായി കാണുന്നില്ല. ഹൃദയമിടാതെ ആർക്കാണ്ട് വേണ്ടിയുള്ള പ്രവർത്തനം ഒരിക്കലും ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ശരിയല്ല. ദാസന്മാരുടെ അനുസരണം, അതെ, ക്രിസ്തുവിനെന്ന പോലെ ആയിരിക്കേണ്ടതാണ്. എത്ര താണ ജോലി ആയാലും കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന് വരുമ്പോൾ ആ ജോലി ദിവ്യ ശുശ്രൂഷയായിത്തീരുന്നു, ഇല്ലേ? മതപരവും മതേതരവുമായ ജോലി എന്നൊരു വിഭജനം ആവശ്യമില്ലാത്തതായിത്തീരുന്നു. സേക്രഡ് ആൻഡ് സെക്കുലർ അങ്ങനെയൊന്നുമില്ല. മറ്റുള്ളവർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നതും ഒരു പ്രശ്നമല്ല. കാരണം കർത്താവ് എപ്പോഴും കാണുന്നു. അവനാണ് യഥാർത്ഥ പ്രതിഫലം നൽകുന്നത്. അവൻ കാണുന്നെങ്കിൽ മറ്റാരും കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നോർക്കണം. ഇന്ന് അനേകരും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ കഠിനാധ്വാനം ചെയ്യും. അത് വെറും ബാലിശമായ ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് ദൃഷ്ടിസേവയാലല്ല ഒരു ദാസൻ ജോലി ചെയ്യേണ്ടത് എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്താൽ സാത്താൻ ദൈവമക്കളുടെ കണ്ണുപോലും കുരുടാക്കിയിരിക്കുകയാണ്. തൊഴിലുടമയുടെ കൺമുമ്പിൽ മാത്രം പണിയെടുക്കുക, തൊഴിലുടമ നോക്കുമ്പോൾ പണിയെടുക്കുകയും അല്ലാത്തപ്പോൾ വെറുതെ ഇരിക്കുകയും ചെയ്യുക പാടില്ല. സ്വർഗീയ യജമാൻ എപ്പോഴും കാണുന്നു എന്ന് ഓർക്കണം. തൊഴിലുടമ ദൂരെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാണാതിരിക്കുമ്പോൾ ജോലിയിൽ മടി കാണിക്കുക സ്വാഭാവികമാണ്, ഇല്ലേ? എന്നാൽ അത് അവിശ്വസ്തത എന്ന പാപമാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിന് പലരും പല ഉപാധികൾ പറയാറുണ്ട്. ഓർക്കുക, ഒരു ഉപാധിയും ഫലവത്താകുകയില്ല. ഇനി നാം മുമ്പോട്ട് കാണുമ്പോൾ ഇവിടെ പറയുന്നു, ഇവിടെ ദാസന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ അടിമകളെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് ദൈവപൈതലായ ഒരു ജോലിക്കാരന് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ഈ ഭാഗം ബാധകമാണെന്ന് ഓർക്കണം. പൗലോസിൻ്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന 6 കോടി അടിമകൾ, അവരിൽ പൗലോസ് ഈ ഒരു വലിയ തത്വം പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. അടിമത്വം അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ എങ്ങും തന്നെ അടിമത്തത്തെ ആക്രമിച്ചുകൊണ്ട് അതിനെതിരായി ശബ്ദം ഉയർത്തുന്നതായി നാം കാണുന്നില്ല. എന്നാൽ
സുവിശേഷത്തിൻ്റെ ആകമാനമുള്ള ഊന്നൽ തികച്ചും അടിമത്വത്തിനെതിരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റോമ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനോ അതിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ തുടച്ചു മാറ്റുവാനോ ഉള്ളതായിരുന്നില്ല പൗലോസിൻ്റെ ശുശ്രൂഷ. പിന്നെയോ സുവിശേഷം പ്രസംഗിക്കുകയും നഷ്ടപ്പെട്ട മനുഷ്യനെ ക്രിസ്തുവിന് വേണ്ടി നേടുകയുമായിരുന്നു പൗലോസിൻ്റെ ഉദ്ദേശം. ഇന്ന് നാം ഏറ്റവും അധികം ഓർത്തിരിക്കേണ്ട ഒരു സത്യം ഇതത്രേ: നമ്മുടെ ചുമതല സർക്കാരിനെ മറിച്ചിടുകയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെതിരെ പടവാൾ ഉയർത്തുകയോ അല്ല. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. വിപ്ലവ പ്രസ്ഥാനങ്ങളെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയോ അവരുമായി സഹകരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളും സഭകളും ക്രിസ്തീയ സംഘടനകളും ദൈവവചനത്തിനെതിരായിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകട്ടെ. സുവിശേഷം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയിലെ അന്ധത നീക്കി ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ സജ്ജമാക്കും. വ്യക്തികളിലൂടെ സമൂഹവും രൂപാന്തരപ്പെടും. അത് സമൂഹത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കുവാൻ കാരണമാകും. പൗലോസിൻ്റെ പ്രവർത്തനങ്ങൾ റോമൻ സാമ്രാജ്യത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ജോൺ വെസ്ലിയുടെയും വൈറ്റ്ഫീൽഡിൻ്റെയും പ്രസംഗം അടിമത്തവും കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നിർത്തൽ ചെയ്യുവാനും സ്ത്രീകളുടെ ഉന്നമനത്തിനും ആവശ്യത്തിലിരിക്കുന്നവരെ സംരക്ഷിക്കുവാനും സഹായകമായതുപോലെ പൗലോസിൻ്റെ ശുശ്രൂഷ റോമൻ സാമ്രാജ്യത്തിൽ അടിമത്തത്തിൻ്റെ അവസാനത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രോത്സാഹനത്തിനും കാരണമായി. പല നല്ല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് അടിമകൾ അനുസരണമുള്ളവരായിരിക്കുവാൻ പൗലോസ് പ്രോത്സാഹിപ്പിച്ചു. ഒന്നാമത്, അവർ വാസ്തവത്തിൽ ക്രിസ്തുവിനെയാണ് സേവിക്കുന്നത്. അവർക്ക് ജഡപ്രകാരമുള്ള യജമാനന്മാർ ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. എന്നാൽ അവരുടെ യഥാർത്ഥ യജമാനൻ സ്വർഗത്തിലാകുന്നു. ഒരു തൊഴിലാളിയോ തൊഴിലുടമയോ രണ്ടുപേരും ദൈവമക്കളാകുന്നു എന്നത് അവരിൽ ആരെങ്കിലും ജോലി കുറച്ച് ചെയ്യുവാനുള്ള ഒരു ഉപാധിയല്ല, മറിച്ച് അന്യോന്യം കൂടുതൽ വിശ്വസ്തരായിരിക്കുവാനുള്ള നല്ലൊരു കാരണമാകുന്നു അത്. ഇനി ക്രിസ്തുവിനെന്ന പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. ക്രിസ്തുവിനെന്ന പോലെ ആയിരിക്കണം ഒരു ദാസൻ്റെ അനുസരണം. തൻ്റെ യജമാനൻ കാണുമ്പോൾ മാത്രം ജോലി എടുത്തിരുന്ന ഏറ്റവും താണ അവസ്ഥയിൽ നിന്നും ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് അടിമകളെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രമാണമാകുന്നു ഇവിടെ പൗലോസ് പറഞ്ഞു തരുന്നത്. ഇനിയും ഒരു ദൈവപൈതൽ തങ്ങളുടെ തൊഴിലുടമകളോട് അനുസരണമുള്ളവരായിരിക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ കാരണം അവർ വാസ്തവത്തിൽ ക്രിസ്തുവിനെയാകുന്നു സേവിക്കുന്നത് എന്നതത്രേ. രണ്ടാമത്തെ കാരണം നല്ലതുപോലെ ജോലിയെടുക്കുക എന്നത് ദൈവഹിതമാകുന്നു എന്നാണ് പറഞ്ഞത്. മതപരവും മതേതരത്വവും എന്നൊന്ന് ക്രിസ്തുമാർഗത്തിലില്ല. ഒരു ദൈവപൈതലിന് ഏതൊരു നല്ല പ്രവൃത്തിയും ദൈവനാമ മഹത്വത്തിനായി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയായി ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒരു തൊഴിലാളി ഹൃദയംഗമായി തൻ്റെ പണികൾ ചെയ്യേണ്ടതാണ്. കാരണം അവൻ അല്ലെങ്കിൽ അവൾ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ദൈവഹിതം പ്രവർത്തിക്കുകയാണ്. പിന്നെ പറയുന്നു മനസ്സോടെ ചെയ്തും. അവരുടെ മനോഭാവങ്ങൾ അവരുടെ വേലയിൽ പ്രതിഫലിക്കണമെന്ന് കാണിക്കുവാനാണ് അത് പറഞ്ഞത്. ഒരു ദൈവപൈതൽ, അത് അടിമയായിക്കൊള്ളട്ടെ, യജമാനനാകട്ടെ, തൊഴിലാളിയോ മുതലാളിയോ, തൻ്റെ ജീവിത ലക്ഷ്യം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്ന സ്ഥാനത്തെത്തിക്കഴിയുമ്പോൾ ഈ തൊഴിൽ രംഗത്തുണ്ടാകുന്ന കടമ്പകൾ, പ്രത്യേകിച്ചും തൊഴിലാളി മുതലാളി സംഘട്ടനം, ഒരു പ്രശ്നമായി തോന്നുകയില്ല. തൊഴിൽ രംഗത്ത് അതൊരു തടസ്സമായി നിൽക്കില്ല. ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യും. പൗലോസ് പറയുന്ന മൂന്നാമത്തെ കാരണം കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും എന്നത്രേ. എല്ലാ നല്ല പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്. ഈ അറിവ് കർത്താവിനെന്ന പോലെ സകലവും ചെയ്യുവാനുള്ള പ്രേരക ശക്തിയായി ഭവിക്കണം. ഓർക്കണേ, ഒരു മനുഷ്യനിലെ വിലങ്ങ് പൊട്ടിക്കുവാൻ ശക്തമായത് എന്താണ്? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അവിടുന്ന് താങ്കളെ സ്വതന്ത്രനാക്കും. അവൻ പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. ക്രിസ്തുവാകുന്നു സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നത്. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായിരിക്കുന്ന ആയിരങ്ങളെ നമുക്ക് ചുറ്റിലും നമുക്കിന്ന് കാണാവുന്നതാണ്. നമുക്ക് ചുറ്റും എല്ലാവിധത്തിലുമുള്ള അടിമത്വം നിലനിൽക്കുന്നു. ശാരീരികമായ അടിമത്വത്തെക്കാൾ ഭയാനകമാണ് ആത്മാവിൻ്റെ അടിമത്വം. നിത്യനരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. നാം ക്രിസ്തുവിൻ്റെ മാത്രം അടിമകൾ ആയിരിക്കേണ്ടതാണ്.
മറ്റാരുടെയോ മറ്റൊന്നിൻ്റെയോ അടിമകളാകുവാൻ പാടില്ല. തർസോസുകാരനായ ശൗൽ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിമയായിരുന്നു. അവനൊരു പരീശനായിരുന്നു. എന്നാൽ അവൻ ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ അവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി എന്ന് പറഞ്ഞു. ഏതായാലും അവൻ ഉടനെ തന്നെ ഒരു പുതിയ യജമാനന് തന്നെ വിധേയപ്പെടുത്തി. എന്നിട്ട് അവൻ പറഞ്ഞത്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആകുന്നു അവിടുന്ന് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ ക്രിസ്തുവിൻ്റെ ഒരു അടിമയായി. ഇന്ന് അനേകരും ഈ പറഞ്ഞതുപോലെ ചില ചിന്താഗതികളുടെ അടിമകളായി കഴിഞ്ഞുകൂടുന്നു. ഇന്ന് നമ്മുടെ യുവജനങ്ങൾ തങ്ങളുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ പല ചിന്താഗതികൾക്കും അടിമപ്പെട്ട് കഴിയുന്നു. സ്നേഹം ലഭിക്കേണ്ടിടത്ത് നിന്നും ലഭിക്കാതെ വരുമ്പോൾ അല്പം സ്നേഹത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ തയ്യാറായി ഇറങ്ങുന്ന യുവാക്കൾ ഏത് നിറത്തിലുള്ള കൊടി പിടിക്കുവാനും അവർ തയ്യാറാണ്. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ മാത്രമേ അനുഭവിക്കുവാൻ സാധിക്കൂ എന്ന് മറക്കരുത്. യേശു കർത്താവ് ഒരു തൊഴിലാളിയെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി. അവൻ തൊഴിലിനൊരു മഹത്വം കൽപ്പിച്ചു. അലസതയാണ് നാണം കെട്ട സംഗതി. ഏത് പണിയെടുക്കുന്നതും അഭിമാനിക്കുവാൻ വക നൽകുന്നതാണ്. ഒരു മനുഷ്യൻ ഒരു കസേര പണിയുന്നതോ കുഴി കുഴിക്കുന്നെന്നോ ഓഫീസിലെ ജോലി ചെയ്യുന്നെന്നോ കൃഷി ചെയ്യുന്നെന്നോ ഇതൊന്നും ഒരു വ്യത്യാസവുമുള്ള കാര്യമല്ല. ജാതി വ്യത്യാസത്തിൽ ജോലി വിഭജിച്ചു കൊടുത്തിരുന്ന അജ്ഞത നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന പണി ചെയ്യണമെന്നൊന്നുമില്ല. ഇന്ന പണി ഏറ്റവും നല്ലതാകുന്നു എന്നുമില്ല. ഏത് പണി ചെയ്യുന്നവനും താനൊരു ദൈവപൈതലാകുന്നു എങ്കിൽ ഇപ്രകാരം പറയാവുന്നതാണ്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് സേവിക്കുന്നതെന്ന്. 200 വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷവുമായി ഭാരതത്തിലേക്ക് വന്ന വില്യം കേറിയെക്കുറിച്ച് നാം ഒരുപാട് വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ടല്ലോ. അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. വിദേശത്തേക്ക് സുവിശേഷ വേലയ്ക്ക് പോകുന്നതിനായി അദ്ദേഹം ഒരു അപേക്ഷ നൽകി. പലർക്കും ഈ വില്യം കേറിയുടെ കാൽവെപ്പ് ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ച് അവരുടെ സഭയിലുള്ളവർക്ക്. ആരോ കേറിയെ ആക്ഷേപിക്കുവാൻ മുതിർന്നുകൊണ്ട് നിൻ്റെ തൊഴിലെന്താണെന്ന് ചോദിച്ചു. അവൻ പട്ടം കിട്ടിയ ഒരു സുവിശേഷ വേലക്കാരനല്ലാത്തതിനാൽ ഈ വേലയ്ക്ക് യോഗ്യനല്ല എന്ന് സ്ഥാപിക്കുവാനാണ് ഈ ചോദ്യകർത്താവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ. അതിന് കേറി കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ തൊഴിൽ കർത്താവിനെ സേവിക്കുക എന്നതത്രേ. അതിൻ്റെ ചിലവ് വഹിക്കുവാൻ ഞാൻ ചെരുപ്പ് കുത്തുന്നു എന്ന്. അതെ, അവൻ ക്രിസ്തുവിൻ്റെ ദാസനായിരുന്നു. ഇന്ന് മനുഷ്യൻ ഇങ്ങനെയുള്ള ജോലിക്കാരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് കാണുന്ന തൊഴിൽ രംഗങ്ങളിൽ എല്ലാം വിപ്ലവം ഉണ്ടായേനെ. ഈ ചിന്താഗതിയാണ് ഇന്ന് ആവശ്യം. യജമാനന്മാരോടും പൗലോസ് ഉപദേശിക്കുന്നുണ്ട്. അതെന്താകുന്നു എന്ന് നോക്കാം. 9-ാം വാക്യം, യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവിൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾ ഒരു തൊഴിലുടമയാകുന്നു എങ്കിൽ, ഒരു മുതലാളിയാകുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ താങ്കൾ ഒരു മനുഷ്യൻ മാത്രമാണ്. ദൈവം വ്യക്തികളുടെ മുഖം നോക്കി ആദരിക്കുന്നവനല്ല. അവൻ തൊഴിലാളിയോട് പറഞ്ഞത് തന്നെ താങ്കൾക്കും ബാധകമാണ്. താങ്കൾക്കും ഒരു യജമാനനുള്ളതിനാൽ ഈ പറഞ്ഞ ദാസന്മാർ എന്ന വിഭാഗത്തിൽ താങ്കളും വന്നെത്തും. താങ്കളുടെ യജമാനൻ കർത്താവായിരിക്കണം എന്ന് മാത്രം. ക്രിസ്തീയ വീക്ഷണത്തിൽ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം ഇതത്രേ. ഉത്തരവാദിത്തങ്ങൾ ഒരുപോലെയാകുന്നു. ഒരു യജമാനൻ എന്ന നിലയിൽ താങ്കളുടെ സ്ഥാനത്തെ ദുരുപയോഗപ്പെടുത്തുവാൻ യജമാനന്മാർക്ക് അവകാശമില്ല. തങ്ങളുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുവാൻ പാടില്ല. അവർ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തരുത്. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഒരു യജമാനനും ദാസനും ഒരേ നിലയാണുള്ളത്. അവർ ക്രിസ്തുവിൽ സഹോദരങ്ങളാണ്. ഈ പ്രമാണത്തിൻ്റെ വളരെ പ്രായോഗികമായിട്ടുള്ളൊരു പ്രദർശനമാകുന്നു ഫിലോമോൻ്റെ ലേഖനത്തിൽ നാം കാണുന്നത്. ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുമാർഗം പ്രായോഗികമല്ല എന്ന് താങ്കൾ പറയരുതേ. അതിനോളം പ്രായോഗികമായ മറ്റൊന്നുമില്ല. നാം പലപ്പോഴും ഇതിനെ സൈദ്ധാന്തികമായി കരുതി കണ്ണാടിക്കൂട്ടിൽ സൂക്ഷിക്കുകയാണ്. പള്ളിയിൽ മാത്രമുള്ള ഭക്തി അങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞതിനാലാണ് ലോകത്തിൽ ഇന്ന് ഇത്രമാത്രം രക്തച്ചൊരിച്ചിലും വിപ്ലവവുമൊക്കെ. ദൈവം മനുഷ്യന് വേണ്ടി തയ്യാർ ചെയ്ത വഴികളിൽ നിന്നും അവൻ തെറ്റി സ്വന്തം വഴികളിൽ ഓടുന്നതാണ് ഈ സംഘർഷത്തിനെല്ലാം കാരണം. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും തൊഴിൽ രംഗത്താണെങ്കിലും
അങ്ങനെ തന്നെയാണ്. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കൾ മാതാപിതാക്കളോടും, മാതാപിതാക്കൾ മക്കളോടും, തൊഴിലാളി മുതലാളിയോടും, മുതലാളി തൊഴിലാളിയോടും ഇടപെടുന്നത് ക്രിസ്തുവിലായിരിക്കണം. എല്ലാവരുടെയും കർത്തവ്യം കർത്താവിനോടുള്ള ബന്ധത്തിൽ നിറവേറ്റുവാൻ ആവശ്യപ്പെടുമ്പോൾ ജീവിതം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാകും എന്ന് മനസ്സിലാകും. അങ്ങനെ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തൊഴിലിനെയും നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമത്വം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവരെയും ഒരുപോലെ ആക്കുക എന്നല്ല. ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സന്തുഷ്ടരായി അന്യോന്യം ശുശ്രൂഷിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം തങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി ദൈവത്തെ സേവിക്കുമ്പോഴാണ് ഇത് പ്രാവർത്തികമാക്കുവാൻ കഴിയുക. സുവിശേഷം ലക്ഷ്യമിടുന്നത് സമൂഹത്തെ അല്ല, വ്യക്തികളെയാണ്. വ്യക്തികൾ രൂപാന്തരപ്പെടുന്നിടത്താണ് സമൂഹം നന്നാകുന്നത്. തങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തനായിരിക്കുവാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവം എന്നെ കാണുന്നു, അറിയുന്നു എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ജീവിതം നയിക്കാം. നിങ്ങളിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളും ആഗ്രഹമുള്ളവരാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളുമൊക്കെ ഞങ്ങളെ അറിയിച്ചാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.